ദൈവനാമം മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ അല്പനേരത്തെ ധ്യാനത്തിനായിട്ട് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 21 തൊട്ട് 40 വരെയുള്ള വാക്യത്തിൽ നിന്നാണ്. സെന്റ് ലൂക്ക് ചാപ്റ്റർ 2 verses 21 to 40. The theme is the circumcision and presentation. യേശു കർത്താവിൻ്റെ ജനനം കഴിഞ്ഞ് 8-ാം ദിവസം തൊട്ട് നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ ഇവിടെ ഈ വേദഭാഗത്തിൽ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ആദ്യ ഭാഗത്തിൽ 3 നിയമപരമായ ചടങ്ങുകൾ നമുക്ക് കാണാൻ കഴിയുന്നത്: പരിച്ഛേദനത്തിൻ്റെ ചടങ്ങ്, ശുദ്ധീകരണത്തിൻ്റെ ചടങ്ങ്, സമർപ്പണത്തിൻ്റെ ചടങ്ങ്. ജോസഫും മറിയയും ഇവിടെ യേശു കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൽ ഒരു യഹൂദൻ എന്ന നിലയിൽ തൻ്റെ മകനെ 8-ാം ദിവസം പരിച്ഛേദന കഴിക്കുകയും ന്യായപ്രമാണവും ദൈവവചനവും അനുസരിച്ച് കടന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 17-ാം അധ്യായം 9 തൊട്ട് 14 വരെയുള്ള വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പരിച്ഛേദനത്തിൻ്റെ നിയമം കൊടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. എല്ലാ യഹൂദ ആൺകുട്ടികൾ ജനിച്ചു കഴിഞ്ഞ് 8-ാം ദിവസം ആകുമ്പോൾ അവർ പരിച്ഛേദന കഴിക്കണം എന്നാണ്. അങ്ങനെ അവർ അബ്രഹാമിന്റെ സന്തതികളും യഹൂദൻ എന്ന് അറിയപ്പെടുന്നു. ഈ 8-ാം ദിവസം പേര് നൽകുന്ന ഒരു രീതിയും യഹൂദന്മാരുടെ ഇടയിൽ ഉണ്ടായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 31-ാം വാക്യത്തിൽ മറിയോടും, മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 21-ാം വാക്യത്തിൽ ജോസഫിനോടും ദൂതൻ വെളിപ്പെടുത്തുന്ന പ്രകാരം തന്റെ ആദിജാതനായ പുത്രന് യേശു എന്ന പേര് നൽകുന്നു. ജോസഫും മറിയയും ന്യായപ്രമാണത്തിന്റെ എല്ലാ നിയമങ്ങളും അനുസരിച്ചിരുന്നു. അവരാത്മീയമായ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഗൗരവത്തോടെ എടുത്തിരുന്നു. അവർ യെരുശലേം ദേവാലയത്തിൽ ദൈവം മോശയോട് അരുളി ചെയ്ത പ്രകാരം സമർപ്പണത്തിന്റെ ചടങ്ങിനായി വന്നിരുന്നു. ശുദ്ധീകരണത്തിനെ കുറിച്ച് ലേവ്യ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്യത്തിൽ വിവരിച്ചിട്ടുണ്ട്. ഒരു ആൺകുഞ്ഞ് അല്ലെങ്കിൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചാൽ പാലിക്കേണ്ട ശുദ്ധീകരണത്തിന്റെ നിയമം ആ വേദഭാഗത്തിൽ വിവരിച്ചിട്ടുണ്ട്. ന്യായപ്രമാണം അനുസരിച്ച് ജോസഫും മറിയയും അവരുടെ കടിഞ്ഞൂലായ യേശു കുഞ്ഞിനെ ദൈവത്തിന് സമർപ്പിപ്പാൻ ഒരു ഇണക്കുറി പ്രാവിനെയും 2 പ്രാവിൻ കുഞ്ഞിനെയും യാഗം കഴിപ്പാൻ കൊണ്ടുവന്നിരുന്നു. പിന്നീട് ഈ വേദഭാഗത്തിൽ വായിക്കുന്നത് ശിമിയോനും അന്നയും കുറിച്ചാണ്. ഈ 2 ക്യാരക്ടറും ലൂക്കോസിന്റെ സുവിശേഷത്തിൽ മാത്രമേ വിവരിച്ചിട്ടുള്ളൂ. ഇവർ 2 പേരും വൃദ്ധരായിരുന്നു, ദൈവഭക്തരായിരുന്നു, പരിശുദ്ധാത്മാവാൽ അനുഗ്രഹപ്പെട്ടവരായിരുന്നു. ഇവിടെ ശിമിയോനും അന്നയ്ക്കും ദൈവം തനിക്ക് നൽകിയ വാഗ്ദാനവും അനുഗ്രഹങ്ങളും തന്റെ തികഞ്ഞ സമയത്ത് നൽകേണ്ടതിനായി കാത്തിരിക്കുന്നവരായിരുന്നു. ജോസഫും മറിയയും തന്റെ കടിഞ്ഞൂലായ യേശു കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ കൊണ്ടുവന്നപ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണത്താൽ ശിമിയോനും അന്നയും ദേവാലയത്തിൽ വന്നു തന്റെ കണ്ണുകൊണ്ട് യഹൂദന്മാരുടെ രക്ഷകനും വീണ്ടെടുപ്പുകാരനായ മശിഹായെ കാണുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ശിമിയോനും അന്നയും ജോസഫിനോട്, മറിയത്തോടും പിന്നെ യേശു കർത്താവിനെ കുറിച്ച് പ്രവചിക്കുകയും ചെയ്തതായിട്ട് കാണാൻ സാധിക്കും. ഈ വേദഭാഗത്തിന്റെ അവസാന വാക്യത്തിൽ യേശു കർത്താവിന്റെ ശൈശവും ബാല്യാവസ്ഥയിൽ താൻ എങ്ങനെയായിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. യേശു കർത്താവിന്റെ മനുഷ്യത്വത്തിൽ മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ ശാരീരികമായും ജ്ഞാനത്തിലും താൻ വളർന്നു. നമുക്ക് ഈ ക്രിസ്മസ് കാലത്തിൽ ജോസഫും മറിയെ പോലെ ദൈവവചനത്തിൽ വേരൂന്നി ജീവിക്കാം. ശിമിയോനും അന്നയും പോലെ ദൈവത്തിനായി നമ്മുടെ ജീവൻ സമർപ്പിച്ചു മുന്നേറാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾ നിന്റെ ജനന പെരുന്നാളിന്റെ ദിനത്തോടടുക്കുമ്പോൾ ഞങ്ങൾ ദൈവകൃപ നിറഞ്ഞവരായി ജീവിപ്പാനും നിന്നിൽ വിശ്വസിക്കുകയും നിന്റെ ഹിതപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ആമീൻ.